എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധവും ഹോർമുസിലെ അമേരിക്കൻ ഉപരോധവും മൂലം അന്താരാഷ്ട്ര ബിസിനസ്സുകൾ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ കള്ളക്കടത്ത് സംഘങ്ങളാണ് ഈ ബിസിനസ്സുകളെല്ലാം ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് എന്നത് ലോകത്ത് സമാന്തര കള്ളക്കടത്ത് ബിസിനസ് ശൃംഖലകൾ എത്ര ശക്തമാണ് എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇറാനിലെ അമേരിക്കൻ ഉപരോധം തുടരുമ്പോൾ കള്ളക്കടത്ത് സംഘങ്ങൾ സജീവമായി നിലനിൽക്കുന്നു. അമേരിക്ക വാതിലുകൾ അടയ്ക്കുമ്പോൾ ഇറാൻ അവരുടെ ജനലുകൾ തുറക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അമേരിക്കൻ ഉപരോധം കാരണം ഇറാനിലെ ജനങ്ങൾ 35 കൊല്ലത്തിലായി കഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് തീർത്തും വ്യാജ പ്രചരണമാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് തന്നെ വ്യക്തമാക്കുന്നു. അവർ വളരെ സുഖലോലുപതയോടെയാണ് കഴിയുന്നത് എന്നാണ് റിപ്പോർട്ട്. അത് മാത്രമല്ല, അതികഠിനമായ ഉപരോധമായിട്ട് പോലും അമേരിക്ക ഇസ്രായേൽ പോലുള്ള 2 വൻ ശക്തികളെ നേരിട്ട് ആക്രമിക്കാനുള്ള കരുത്തും, അതുകൂടാതെ സൗദി, ഖത്തർ, കുവൈറ്റ്, UAE, ഒമാൻ, ബഹ്റൈൻ, ജോർദാൻ, അതുപോലെ തന്നെ സൈപ്രസ്, തുർക്കി തുടങ്ങി 10 രാഷ്ട്രങ്ങളെ കൂടി ഒപ്പം ആക്രമിക്കാനുള്ള ആയുധങ്ങളും മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങളും എങ്ങനെ ഇറാന് ലഭിച്ചു എന്ന അന്വേഷണം എത്തിക്കുന്നത് ഇറാനിയൻ എണ്ണയുമായി ബന്ധപ്പെട്ട വൻ കള്ളക്കടത്ത് കഥകളിലേക്കാണ്. ഇറാനിയൻ ഹിസ്റ്ററി തിരഞ്ഞു ചെല്ലുമ്പോൾ ഉപരോധം അവർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം ഉപരോധമില്ലാതെ ഇറാനും അമേരിക്കയും ഒരു സൗഹൃദ രാഷ്ട്രമായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും ഇത്ര വിപുലമായ സൈനിക ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. ആണവായുധം എന്നത് ഇറാന് സ്വപ്നം പോലും കാണാൻ കഴിയില്ലായിരുന്നു. മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ അമേരിക്കയ്ക്ക് കപ്പം കൊടുത്ത് പുട്ടും കടലയും തിന്ന് ജീവിക്കുന്ന ഒരു രാജ്യമായി ഇറാനും മാറിയേനെ. എന്നാൽ ഉപരോധം കൊണ്ട് ഇറാനിലേക്കുള്ള എല്ലാ വഴികളും അമേരിക്ക അടച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള കള്ളക്കടത്തുകാർക്ക് ഇറാനിലേക്ക് വഴി തുറന്നിടുകയാണ് അവർ ചെയ്തത്. ഇറാനെ അതിശക്തമായ ഒരു രാജ്യമാക്കിയതിന് പിന്നിൽ ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കാണ് മുഖ്യ സ്ഥാനമുള്ളത്. അതുകൊണ്ട് ഇവരെല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു അതിജീവന രക്ഷാ വൈദ്യർ പട്ടം നൽകി ഇറാൻ ആദരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലുകളെ പിടിക്കാൻ അമേരിക്കൻ സൈന്യം ഉറക്കം പോലുമില്ലാതെ നടുക്കടലിലെ ചൂടും കൊണ്ട് മീനും നോക്കിയിരിക്കുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ ലൊക്കേഷൻ വിവരങ്ങൾ പോലും ഓഫ് ചെയ്ത് സഞ്ചരിക്കുന്ന കപ്പലുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഇപ്പോൾ ഇറാൻ എണ്ണയുമായി സ്ഥലം വിടുന്നുണ്ട്. കള്ളക്കടത്തുകാർ പല രീതികൾ ഉപയോഗിച്ചാണ് ഇറാനിലെ എണ്ണ കടത്തുന്നത്. അതിലൊന്ന്, ഇറാനിൽ നിന്നും കരമാർഗം രഹസ്യമായി എണ്ണ ടാങ്കറുകൾ ഇറാഖിലെത്തിച്ച് ഇറാഖിലെ എണ്ണയുമായി മിക്സ് ചെയ്ത് ഇറാഖി സർട്ടിഫിക്കറ്റ് വാങ്ങി ആരെയും ഭയക്കാതെ ഓരോ രാജ്യങ്ങളിൽ എത്തിക്കുന്ന രീതിയാണ് പ്രധാനം. ഈ എണ്ണ യൂറോപ്പിലേക്കാണ് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്നത്. ഈ യൂറോപ്പും അമേരിക്കയും എല്ലാം കൂടിയാണ് ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്മാരെ കൊണ്ട് തന്നെയാണ് ഈ എണ്ണ ഇറാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവന്മാർ ഈ എണ്ണ മേടിച്ചാണ് അവിടുത്തെ വണ്ടി ഓടിക്കുന്നതും വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നതും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതെല്ലാം. അതിവരെ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറാനിൽ നിന്നും വളരെ വില കുറച്ച് എണ്ണ വാങ്ങാൻ കഴിയുന്നത് കൊണ്ട് ഈ കള്ളക്കടത്തുകാരെ സംബന്ധിച്ച് ഇത് വളരെ ലാഭകരമായ ഒരു ബിസിനസ് കൂടിയാണ്. മറ്റൊന്ന്, കടലിൽ വെച്ച് ഒരു കപ്പലിൽ നിന്നും മറ്റൊരു കപ്പലിലേക്ക് എണ്ണ മാറ്റുന്ന രീതിയാണ്. ഇറാനിൽ നിന്നും പുറപ്പെടുന്ന എണ്ണക്കപ്പലുകൾ പുറംകടലിൽ കാത്തുകിടക്കുന്ന മറ്റ് കപ്പലുകളിലേക്ക് ഇതിലുള്ള എണ്ണ മാറ്റുകയും ഇങ്ങനെ മാറ്റപ്പെടുന്ന കപ്പലുകൾ യഥാർത്ഥ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മാലിയുടെയോ അതല്ലെങ്കിൽ ശ്രീലങ്കയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുർബല രാജ്യങ്ങളിലെ വ്യാജ കമ്പനികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതായി കാണിച്ച് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തുമൊക്കെയാണ് അമേരിക്കൻ സൈന്യത്തെ കബളിപ്പിക്കുന്നത്. ഇത് അവർക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ ചെയ്യുന്നതിന് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും അതല്ലെങ്കിൽ IRGCയും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങൾക്കും വലിയ പങ്കുണ്ടെന്ന് ആരോപിക്കുന്നുണ്ട്. ഈ പണം പ്രധാനമായും ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളെ സഹായിക്കാനും വേണ്ടിയൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ ചെറുകിട ടാങ്കുകൾ വഴിയും എണ്ണ കടത്തുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഏറ്റവും വിദഗ്ധർ ഇന്ത്യൻ സംഘങ്ങളാണ്. അവരും ഈ കള്ളക്കടത്തിൽ വളരെ സജീവമാണ്. മുംബൈയും കൊച്ചിയും മംഗലാപുരം ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ചെറിയ കമ്പനികൾ വഴി കപ്പലുകളുടെ ഉടമസ്ഥാവകാശം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ എണ്ണ കടത്തുന്നത്. ഇങ്ങനെ എണ്ണ കടത്തുന്നതിനിടയിലാണ് അമേരിക്കയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗുജറാത്ത് തീരത്ത് വെച്ച് സ്റ്റെല്ല റൂബി, അഫ്സാൾട്ട് സ്റ്റാർ, അൽ ജഫ്സിയ എന്നീ 3 കപ്പലുകളെ ഇന്ത്യൻ കസ്റ്റംസ് പിടികൂടിയത്. ഇത് ഒരു രക്ഷയില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ ഇന്ത്യ പിടികൂടിയത് എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ഇന്ത്യക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അമേരിക്കയെ ഭയന്നിട്ടാണ് ഇന്ത്യ ഈ കപ്പലുകളെ പിടികൂടിയിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള എണ്ണക്കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗം മലയാളികളാണുള്ളത്. അതുകൊണ്ട് ദുബായ് കേന്ദ്രീകരിച്ച് നടത്തുന്ന കള്ളക്കടത്ത് സംഘങ്ങളിൽ മലയാളികളാണ് ഏറ്റവും സജീവമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റോഡ് നിർമ്മാണത്തിലുള്ള ബിറ്റുമിൻ എന്ന പേരിൽ ഇറാന്റെ എണ്ണ ഉൽപ്പന്നങ്ങൾ കൊച്ചി, മംഗലാപുരം തുറമുഖങ്ങൾ വഴിയാണ് ഇവിടെ എത്തുന്നത്.
2026 ഫെബ്രുവരിയിൽ പിടിയിലായ കപ്പലുകളിൽ ഒന്ന് കർണാടകയിലെ കാർവാർ പോർട്ടിൽ ഇറാനിയൻ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ചരക്കുകൾ സ്വീകരിക്കുന്നതിലോ വിതരണം ചെയ്യുന്നതിലോ പ്രാദേശികമായ ചില ഏജന്റുമാരുടെ സഹായമൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരുടെയും കൈ കാശ് ഇഷ്ടം പോലെ വരുന്നത് എന്ന് മനസ്സിലാക്കണം. പണിയെടുത്തില്ലെങ്കിലും മലയാളിയുടെയൊക്കെ കൈ കാശുണ്ടാകുന്ന ഇതൊക്കെ തന്നെയാണ്. എല്ലാം കള്ളക്കടത്ത്, ഹവാല പരിപാടിയാണ്. പിന്നെ ഇറാനിൽ നിന്നും ഈ എണ്ണ കടത്തുക എന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷേ അത് ഇറാൻ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നിന്ന് എണ്ണക്കപ്പലുകൾ ഒമാൻ കടൽ വഴി അറബിക്കടലിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഒമാൻ തീരത്തിനടുത്തോ അതല്ലെങ്കിൽ മധ്യ അറബിക്കടലിലോ വെച്ച് ഇറാന്റെ വലിയ ഇന്ധന ടാങ്കറുകളിൽ നിന്നും മറ്റ് ചെറിയ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ചെറിയ കപ്പലുകൾ മറ്റൊരു രാജ്യത്തിന്റെ, ഉദാഹരണത്തിന് പനാമ അതല്ലെങ്കിൽ മാലി പോലുള്ള ഏതെങ്കിലും രാജ്യങ്ങളുടെ പതാകയും വഹിച്ച് അതിൻ്റെയൊക്കെ രേഖയുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ രാജ്യങ്ങളൊക്കെ വളരെ ചെറുതായതുകൊണ്ട് പൊതുവെ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള കസ്റ്റംസ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടാറില്ല. അത് ഭാഗങ്ങളേതോ ചില എണ്ണയായിട്ട് പോവുകയാണ്, ചെറിയ കപ്പലുകളാണല്ലോ എന്നോർത്ത് അടിച്ചു വിടുകയാണ്. എന്നാൽ ഈ കപ്പലുകൾ കൊച്ചി പോലുള്ള വലിയ തുറമുഖങ്ങളിലേക്കാണ് എണ്ണയുമായിട്ട് പ്രവേശിക്കുന്നത്. കേരളത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കും കുറഞ്ഞ വിലയ്ക്ക് ടാർ നൽകാൻ ഈ ഇറാനിയൻ കണക്ഷൻ കൊണ്ടാണ് നമുക്ക് കഴിയുന്നതെന്ന് ഓർക്കണം. ഇതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. അതായത് കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയാണ് ഇത്തരം ചരക്കുകൾ കേരളത്തിലെത്തുന്നത്. ഇതിനെക്കുറിച്ച് പലപ്പോഴും ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അത് തടയാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അതിനൊപ്പം നിന്നുകൊണ്ട് ഇതിനെ നിർബാധം കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹായം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ടാറ് കിട്ടുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നാട് മുഴുവൻ റോഡുകൾ പണിയാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ റോഡ് വികസനം നടത്താൻ കഴിയാതെ നമ്മുടെ MP-മാരും MLA-മാരും അവസാനം പഞ്ചായത്ത് മെമ്പർമാർ വരെ ഒരു തവണയെ കൂടുതൽ ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ അവർക്ക് കഴിയില്ല. റോഡ് വികസനം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇവര് വോട്ട് പിടിക്കുകയും തുടർ ഭരണം നേടുകയും അല്ലെങ്കിൽ തുടർ വിജയം നേടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ടാറിങ്ങനെ ഇറാനിൽ നിന്നൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയൊരുത്തൻ രണ്ടാമത്തെ തവണ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ജനത്തിന് ഇത് എവിടെ നിന്ന് വരുന്നുവെന്നൊന്നും അറിയണ്ടല്ലോ. അവർക്ക് റോഡ് നന്നായിരിക്കണം, പാലങ്ങൾ നന്നാവണം, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഏത് രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, അതിന് ആർക്കും യാതൊരു പരാതിയില്ല. നാട് വളരെ സമൃദ്ധമായിരിക്കണം. ഇതാണ് ജനം വോട്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആരാണ് ചെയ്യുന്നത് അവർക്കാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം പണം കൈമാറ്റം നടത്തുന്നത് കേരളത്തിലെ കൊണ്ടോട്ടി, കാസർഗോഡ്, മുംബൈ കേന്ദ്രീകരിച്ചുള്ള ഹവാല ശൃംഖലകൾ വഴിയാണ്. കേരളത്തിലെയും ഗുജറാത്തിലെയും ഹവാല പണത്തിന്റെ ഭൂരിപക്ഷവും ഒഴുകുന്നത് ഇറാനിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പണം ഇറാനിൽ എത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഇടനിലക്കാർ വഴിയാണ്. പലപ്പോഴും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഈ ഇന്ധനക്കടത്ത് ഇടപാടുകൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതുകൂടാതെ ഇറാനിലെ വിമാനങ്ങൾ, കപ്പലുകൾ, ഫാക്ടറികൾ എന്നിവയുടെ അറ്റകുറ്റ പണികൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ അമേരിക്കൻ ഉപരോധം കാരണം അവർക്ക് നേരിട്ട് വാങ്ങാനൊന്നും കഴിയില്ല. അപ്പം അതും അവർക്ക് ആവശ്യമുണ്ട്. ഇത് കൊടുക്കുന്നത് ഇന്ത്യയിലെ ചില ചെറുകിട കമ്പനികൾ വഴിയാണ്. ഈ ചെറുകിട കമ്പനികൾ ഇത്തരം പാർട്സുകൾ ഇറാഖ് അല്ലെങ്കിൽ ദുബായ് വഴി ഇറാനിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ ഡ്രോണിൻ്റെയൊക്കെ സാങ്കേതിക വിദ്യയ്ക്കോ മിസൈൽ നിർമ്മാണത്തിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്യുവൽ യൂസ് സാധനങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ കമ്പനികൾ ഇതൊന്നും കാര്യമാക്കാതെ വളരെ വിദഗ്ധമായ രീതിയിൽ ഇറാനിലേക്ക് ഇമാതിരി സാധനം എല്ലാം കടത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ കണ്ട ഈ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ മിക്കവാറും നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ തന്നെയായിരിക്കും അത് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ. ഇനി ഓർഡർ ഉണ്ടെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന സാധനം മേടിച്ച് അവന്മാർ ഇറാനിൽ എത്തിച്ചു കൊടുക്കും. അത്രക്കാരാണ്, അത്ര വിളവന്മാരാണ് നമ്മുടെ ഇന്ത്യക്കാരല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയേണ്ടതുണ്ട്. ഇത് ദുബായ് കേന്ദ്രീകരിച്ച കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഓർഡർ കിട്ടാനൊക്കെ വളരെ ഈസിയാണ്. ഇറാനിൽ നിന്നുള്ള ഓർഡറെല്ലാം ദുബായിലെത്തുന്നു, അവിടുന്ന് നേരെ കേരളീയരാ പിടിക്കുന്നു, പിന്നെ സാധനം അവർക്ക് ഏതെങ്കിലും ഉടായ്പിലൂടെ തിരിച്ചെത്തിച്ചു കൊടുക്കുന്നു. നമ്മൾ വലിയ വലിയ കള്ളന്മാരാണല്ലോ നമ്മൾ കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ഇറാനെ അന്താരാഷ്ട്ര ബാങ്കിങ് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളതുകൊണ്ട് ഡോളറിൽ ഇടപാട് നടത്താനൊന്നും ഇത് കഴിയില്ല എന്നുള്ളതാണ്. ഇതിനെ മറികടക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ബസ്മതി അരി, പഞ്ചസാര, തേയില, മരുന്നുകൾ എന്നിവ ഇറാനിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇതിനുള്ള പണം ഇറാൻ ഇന്ത്യക്ക് നൽകുന്ന എണ്ണയിൽ കുറേ കണക്ക് പറഞ്ഞ് തീർക്കും. പിന്നെ ബാക്കിയുള്ളതെല്ലാം രൂപയിലാണ് ഇടപാട് നടത്തുന്നത്. ഇത് പൂർണ്ണമായും അനധികൃതമൊന്നും അല്ലെങ്കിലും അമേരിക്ക ഇതിനെയുമൊക്കെ എതിർക്കുന്നുണ്ട്. രൂപയിലൊന്നും ഇടപാട് നടത്താൻ പറ്റില്ല, ഡോളറിൽ ഇടപാട് നടത്തണം, പക്ഷേ അത് ഇറാനുമായിട്ട് നടത്തരുത് എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ദാനം കൊടുക്കണ്ടേ? നമുക്ക് നമ്മുടെ കച്ചവടം നടക്കണം. ഈ മരുന്നുകൾക്ക് മേൽ ഉപരോധം കുറവാണെങ്കിലും അവ എത്തിക്കാനുള്ള ചാനൽ വളരെ സങ്കീർണമാണെന്ന് ഓർക്കണം. ഇന്ത്യയിലെ പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഈ മൂന്നാം രാജ്യങ്ങൾ വഴി ഇറാനിലേക്ക് മരുന്നുകൾ എത്തിക്കുന്നുണ്ട്.
പിന്നെ നമ്മളുമായിട്ടുള്ള ഇടപാടായതുകൊണ്ട് ഈ വയ്ക്കുന്ന മരുന്നിലൊക്കെ മിക്കവാറും ഗുണനിലവാരമൊക്കെ കുറവായിരിക്കും. വ്യാജരേഖകളോടെ കടത്തുന്നതുകൊണ്ട് അത് തിരിച്ചു വിടാനൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കൊക്കെ കൊടുക്കുന്ന പോലെ ഇറാനിലേക്ക് അത്ര കൃത്യമായ മരുന്നുകളൊന്നുമല്ല നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ എത്തിക്കുന്നത്. കുറേ കൂടായ്പ കാണിക്കും. അതവർ പിടിച്ച് കഴിയുമ്പോൾ വേറൊരു കമ്പനിയുടെ പേരിൽ ഉമ്മാർ വീണ്ടും പോയി കോൺട്രാക്ട് നടത്തി അവരുമായിട്ട് ഇടപാട് നടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിൽ ഇറാനിലേക്ക് അനധികൃതമായിട്ടൊന്നും തന്നെ കടത്തുന്നില്ല. അത് യാഥാർത്ഥ്യമാണ് കേട്ടോ. എന്നാൽ ഇന്ത്യൻ കള്ളക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇറാനെ സഹായിക്കുന്നു എന്നൊരു പരാതി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് ഇന്ത്യയുടെ മേൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ ട്രംപിന് ദേഷ്യം തോന്നുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ്. അമേരിക്ക എത്രയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും ഇറാനുമായി ഇല്ലീഗലായിട്ട് വ്യാപാര ബന്ധങ്ങൾ തുടരുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യയിൽ നടന്നു വരുന്നത്. ഇത് അമേരിക്ക കഷ്ടപ്പെട്ട് ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ ഇന്ത്യ പൊളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിട്ടാണ് അമേരിക്ക കാണുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ സംഘപരിവാറൊക്കെ അമേരിക്കൻ പക്ഷത്തായതുകൊണ്ട് കേരളത്തിലേക്ക് അനധികൃതമായി പണം ഒഴുകുന്നു എന്ന് ഇവന്മാർ സ്ഥിരമായിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ഈ അമേരിക്ക ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ്. അല്ല ഇവന്മാരവിടെ അറിയാൻ, ഇവിടെ ഈ ചാണത്തിൽ കിടക്കുന്ന ഇവർക്ക് ഇതുമല്ല അറിയോ? അമേരിക്ക ഇങ്ങനെ പരാതി പറയുന്നതുകൊണ്ടാണ് ഇവന്മാർ പറയുന്നത് കേരളത്തിലെ കോയാമാരെല്ലാം ഭയങ്കര കള്ളക്കടത്തുകാരാണ്, ഇവിടെ മുഴുവൻ ഹവാല പണമാണ് വരുന്നത്, ഭയങ്കര വിദേശ പണം ഒഴുകുന്നുണ്ട്. ഈ വിദേശ പണം വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ധരിച്ചിരിക്കുന്നത് വിദേശത്തെ ആൾക്കാർ ഇമ്മ പൈസ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നുമല്ല. ഇതെല്ലാം ഇങ്ങനത്തെ കള്ളക്കടത്ത് പണമാണ് വരുന്നത്. അല്ലാതെ അവിടെ നിന്ന് ആരും സംഭാവന അയച്ചു കൊടുക്കുന്നൊന്നും അല്ല. ബിസിനസ്സാണ്, അതിൻ്റെ ലാഭമാണ് ഈ വരുന്നത്. അപ്പോൾ ഈ പരാതി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പം ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ വളരെ കർശനമായിട്ടാണ് മോഡി ഇപ്പം നിയന്ത്രിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ ബാങ്കിങ് സംവിധാനങ്ങളെയാണ് അവർ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. സാധാരണക്കാരുടെ ബാങ്കിങ് ഇടപാടുകളെ പോലും അവർ വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ED ഇങ്ങനെ ഓടി നടക്കുന്നതും ഇങ്ങനെ എല്ലായിടത്തും കയറി തപ്പി തിരയുന്നുമൊക്കെ ഇതുകൊണ്ടാണ്. ഇവിടെ നമ്മളെല്ലാവരുടെയും കയ്യിലിങ്ങനെ കോടിക്കണക്കിന് കാശ് ഇങ്ങനെ വന്നു മറിയുന്നു എന്നുള്ള ധാരണയിലാണ്. എന്നാൽ ഹോർമസിൽ അമേരിക്ക സ്ഥിരമായി കാത്തു കെട്ടിക്കിടക്കുകയും ഈ കള്ളക്കടത്തുകാർക്കൊക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ലാതെ വരികയും ചെയ്തപ്പം ഇറാൻ പുതിയൊരു ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. മര്യാദയ്ക്ക് അമേരിക്കൻ സൈന്യത്തെ ഹോർമസിൽ നിന്നും പിൻവലിച്ചിട്ടില്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ, ചെങ്കടൽ എന്നിവിടങ്ങളിൽ കൂടി സകല കപ്പലുകളെയും തടഞ്ഞ ഒരൊറ്റ സാധനവും കടത്തിവിടാൻ അനുവദിക്കില്ല എന്നാണ് ഇറാൻ്റെ ഭീഷണി. ഇങ്ങനെയെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാവരും പട്ടിണി കൂടാതെ, രോഗം വന്നാൽ മരുന്ന് പോലും കിട്ടാതെ ചാവേണ്ടി വരും. ഈ ഭീഷണി വന്നതിന് പിന്നാലെ ഹോർമുസ് ഉപരോധം പിൻവലിക്കാൻ ട്രംപിന് മേൽ എല്ലാ രാജ്യങ്ങളും സമ്മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യൂറോപ്പിനും അമേരിക്കക്കാരുമൊക്കെ ഉപരോധം നേരിടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു വിഷമം അവർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു നേരം ഇത്തിരി മദ്യം കിട്ടാനില്ലാത്ത സാഹചര്യം പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ട്രംപ് അടുത്ത ദിവസം തന്നെ ഹോർമുസ് ഉപരോധമൊക്കെ പിൻവലിച്ച് സ്ഥലം കാലിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.